ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു വൺ കാർഡ് യൂസർ ആണെങ്കിൽ, അതായത് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നമുക്കൊരു ചെറിയ പണി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ RBI നമ്മുടെ വൺ കാർഡ് കമ്പനിയോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പുതിയ ക്രെഡിറ്റ് കാർഡ്സ് ഒന്നും ഇനി ലോഞ്ച് ചെയ്യാൻ പാടില്ല. കുറച്ച് കാലം മുമ്പ് വരെ ആ വൺ കാർഡിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി എന്താ പറയുക ടെമ്പറലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ കാർഡുകളൊന്നും എന്താ പറയുക ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡ്, അതായത് നമ്മുടെ വൺ കാർഡായിട്ട് കുറേ ബാങ്കുകൾക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാ ബാങ്കുകൾക്കും ഇനിയിപ്പോൾ നമ്മുടെ വൺ കാർഡായിട്ട് ഇറക്കാൻ പറ്റില്ല. അത് ഓൾറെഡി ഇപ്പോൾ RBI ബാൻ ചെയ്തൊക്കെയാണ്. ഒരു ടെമ്പറലി ബാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ പോളിസീസ് ഒന്നും മെയിൻലി ഡാറ്റ ഷെയറിങ് പോളിസി ഒന്നും നമ്മുടെ RBIയുടെ ഇതായിട്ട് കോംപ്ലയൻസ് ആവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇത് എത്ര കാലത്തേക്ക് ഇതുപോലെ ബ്ലോക്ക് ആയി വയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരും ഇനി ആ വൺ കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കാൻ പോകണ്ടാട്ടാ. നമ്മളത് അത് FD കാർഡായാലും രണ്ടായാലും സെയിം ആണ്. എല്ലാ ബാങ്കുകൾക്കും വൺ കാർഡിൻ്റെ എല്ലാ പാർട്ട്ണർ ബാങ്കുകൾക്കും ഈ ഇഷ്യൂ ബാധകമാണ്. അതായത് SBM ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, BOB ബാങ്ക്, കാത്തോലിക് സിറിയൻ ബാങ്ക്, എല്ലാ ബാങ്കും ഇതിൽ പെടുട്ടാ. അപ്പോൾ ഇനി ഒറ്റ മുമ്പത്തെ കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും കാർഡുള്ളവർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇപ്പം എൻ്റെ ആകുമ്പോൾ ഞാനൊക്കെ ഇപ്പോൾ വൺ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 3-4 കൊല്ലം ഉണ്ടൊക്കെ അതിന് തോന്നുന്നുണ്ട്. എൻ്റെ പണ്ട് തൊട്ടേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡാണ് കേട്ടോ. ഇതാണ് എൻ്റെ കാർഡായിരുന്നത്. ഇതാണ് കാർഡ് കണ്ടു. ഇത് പണ്ട് തൊട്ടേ കാർഡ്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ പേഴ്സണൽ എടുത്ത് വെച്ചത് എന്താണ് ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ട് പിന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. അത് ഇപ്പോൾ ഞാൻ ഗെയിനൊന്നും ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്ന് വെച്ചാൽ കുറേ കാലം ഇങ്ങനെ നിങ്ങൾ എന്തായാലും കാർഡ് ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ നിങ്ങളെ കാർഡ് ആക്റ്റീവ് ആയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഇടയ്ക്കെങ്കിലും എടുത്ത് ഉപയോഗിക്കാതിരിക്കും നല്ലത്. വെറുതെ ചുമ്മാ എടുത്ത് വയ്ക്കാണ്ട് ഇടയ്ക്കെങ്കിലും എടുത്ത് ഉപയോഗിക്കാതിരിക്കും നല്ലത് കേട്ടോ. പിന്നെ തീരെ ഇനാക്റ്റീവ് ആണെങ്കിൽ എന്തായാലും കാർഡ് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ആവും, ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് മറക്കരുത്. അതായത് ക്ലോസ് ആയി പോവില്ല ചെയ്യുക, ഡീആക്ടിവേറ്റ് ആവുക ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ലീഗലി കറക്റ്റ് ആ വേ ത്രൂ തന്നെ ക്ലോസ് ചെയ്യുക അവരോട് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ചാർജബിൾ നമ്മുടെ ആനുവൽ ചാർജിങ് ഉള്ള കാർഡാണെങ്കിൽ അത് ചാർജ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് കൂടി വരും. പിന്നെ ലാസ്റ്റ് 5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പിന്നാലെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ വൺ കാർഡിന് ഇതുപോലെ വൺ കാർഡിൻ്റെ കമ്പനിയുടെ പേര് FPL ടെക്നോളജീസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാലമായിട്ട് RBI നമ്മുടെ ഈ വൺ കാർഡിനായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവരൊന്നാമത് ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത തന്നെ പ്രശ്നമാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കുറച്ച് കാലം മുമ്പ്. അത് ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ ഇവരുടെ കസ്റ്റമർ കെയറൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞാനൊക്കെ എടുക്കുമ്പോൾ അവരുടെ കസ്റ്റമർ കെയർ എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ള ഉള്ളിൽ നമുക്ക് ചാറ്റിങ് സപ്പോർട്ടും അല്ലെങ്കിൽ കോളും എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഭയങ്കര മോശമാണ് കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. അപ്പോൾ കംപ്ലയിൻസ് കൂടുതൽ വന്നിട്ടായിരിക്കും RBI ഇപ്പോൾ ഇതിനെതിരെ ഗെയിൻസ്. പ്രത്യേകിച്ച് RBI ഇപ്പോൾ ഈ ഫിൻടെക് പ്ലാറ്റ്ഫോംസ് ഇറക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ അവർക്കൊക്കെ എതിരെ നല്ല റൂൾസ് ഇറക്കാൻ പോവാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്കാപ്പിയ, ഇവരൊക്കെ ഫിൻടെക് പ്ലാറ്റ്ഫോമാണ്. ഫിൻടെക് പ്ലാറ്റ്ഫോമും ബാങ്കും കൂടി ടൈപ്പ് ചെയ്ത് ഇറക്കുന്ന കാർഡാണ് ഇത് സ്കാപ്പിയ കാർഡ്, ഇതുപോലെ വൺ കാർഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക റിയോ കാർഡ്, ഇതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ അതിന് അഗെയിൻസ്റ്റ്, അതായത് ഇത് ഡയറക്റ്റ് കാർഡല്ലാത്ത ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് റൂൾ ഇറക്കാൻ പോവാണ് RBI. അപ്പോൾ അതൊരു നല്ല സ്ട്രിക്റ്റ് റൂളായിരിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡാറ്റ ഷെയറിംഗ് ഒക്കെ മെയിൻ ഇമ്പോർട്ടൻറ്റ് റൂളാണ്. അതൊന്നും ഒരു കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസാണ് ലീക്കായി പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഡാറ്റാസ് ആണല്ലോ മെയിൻ സംഭവം. അപ്പോൾ അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവം തന്നെ. അത് നല്ല കാര്യം തന്നെയാണ്, അത് വേറെ കാര്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാൻ ഫൈനാൻഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ലേണേഴ്സ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ഔട്ട് ചെയ്താൽ മതി. നമ്മൾ Instagram പേജ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് കയറി നോക്കാൻ മറക്കണ്ട. jmj.banksupport. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സോ ബാങ്ക് ലോൺസോ സിബിൽ സ്കോറൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ തന്നെ നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് വരണം. ബൈ.